നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സഞ്ജു സാംസണിൻ്റെ പരിക്ക് അത്ര നിസ്സാരമല്ല. അദ്ദേഹം അടുത്ത മത്സരത്തിനില്ല. കനത്ത തിരിച്ചടിയാണ് RCBക്ക് എതിരെ കളിക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. RCBക്കെതിരെയാണ് അടുത്ത മത്സരം 24-ാം തീയതി, അതായത് വരുന്ന വ്യാഴാഴ്ച. ആ കളി ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ്. ആ മത്സരത്തിനായിട്ട് ട്രാവൽ ചെയ്യുന്ന RRൻ്റെ സ്ക്വാഡിൽ സഞ്ജു സാംസൺ ഉണ്ടാവില്ല എന്ന കാര്യം ഇപ്പോൾ അവരെന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, താരത്തിൻ്റെ പരിക്ക് മാറി എന്ന് ഇനി കളിക്കാൻ ഇറങ്ങും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഗെയിം ബൈ ഗെയിം ആയിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ റീഹാബിലിറ്റേഷൻ അനുസരിച്ചായിരിക്കും മടങ്ങി വരവ് എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. നമ്മൾ എന്തായാലും വിശദമായ വിവരങ്ങളിലേക്കൊന്ന് പോവുകയാണ്. ക്രിക്ക് ബസിൻ്റെ സ്റ്റാഫ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സഞ്ജു സാംസൺ സെറ്റ് ടു മിസ് രാജസ്ഥാൻ റോയൽസ് അപ്കമിംഗ് മാച്ച് അഗെയിൻസ്റ്റ് RCB ബിക്കോസ് ഓഫ് ആൻ അബ്ഡോമിനൽ ഇഞ്ചുറി. അബ്ഡോമിനൽ ഇഞ്ചുറി പറ്റിയതുകൊണ്ടാണ് കഴിഞ്ഞ മത്സരവും അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണത്. കഴിഞ്ഞ കളിയിൽ റിയാൻ പരാഗാണ് രാജസ്ഥാൻ റോയൽസിനെ നയിച്ചിരുന്നത്. ഇപ്പോൾ സഞ്ജുവിൻ്റെ കാര്യത്തിൽ വിശദമായിട്ട് അവർ പറയുന്നത് എങ്ങനെയാണ്: ടീം മാനേജ്മെൻറ്റ് സഞ്ജുവിൻ്റെ പ്രോഗ്രസ് വളരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് വിൽ ടേക്ക് എ ഗെയിം ബൈ ഗെയിം അപ്രോച്ച് റിഗാർഡിംഗ് ഹിസ് റിട്ടേൺ ടു ആക്ഷൻ. അപ്പോൾ ഓരോ ഗെയിം ബൈ ഗെയിം ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അടുത്ത കളിക്ക് അദ്ദേഹത്തെ മോണിറ്റർ ചെയ്തിട്ട് കളിപ്പിക്കാൻ പറ്റില്ല, അദ്ദേഹം റൂൾഡ് ഔട്ടാണ്. അതിനുശേഷമുള്ള കളി കളിക്കുമോ അത് ആ കളിക്ക് മുമ്പാണ് തീരുമാനിക്കുക. അപ്പോൾ ഗെയിം ബൈ ഗെയിം ആയിട്ടാണ് എടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഓക്കെ ആകുമ്പോൾ കളിപ്പിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. ചുരുക്കത്തിൽ എന്ന് അദ്ദേഹം തിരികെ വരും എന്ന കാര്യത്തിൽ ഒരു സെർട്ടനിറ്റി ഇല്ല എന്നർത്ഥം. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുക RCBക്കെതിരെയുള്ള കളിയിൽ അദ്ദേഹം കളിക്കില്ല എന്നത് മാത്രമാണ്. എന്തായാലും സാംസണ് ഇപ്പോൾ കഴിഞ്ഞ മത്സരം മിസ്സായി. ഇഞ്ചുറി തന്നെയായിരുന്നു പ്രശ്നം. ഡൽഹി ക്യാപിറ്റൽസിനെതിരെയുള്ള കളിക്കിടയിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇപ്പോൾ ഓൾറെഡി ഈ ടൂർണമെൻറ്റിൻ്റെ തുടക്കത്തിലെ മത്സരങ്ങൾ അദ്ദേഹത്തിന് വിക്കറ്റ് കീപ്പറായിട്ട് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് തമ്പ് ഇഞ്ചുറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇമ്പാക്റ്റ് സബായിട്ട് ബാറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇറങ്ങിയിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കളി മിസ്സായപ്പോൾ വൈഭവ് സൂര്യവംശി അദ്ദേഹത്തിന് പകരം കളിച്ചു മികച്ച പ്രകടനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. RCBക്കെതിരെയും 14-കാരൻ തന്നെ കളിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. റിയാൻ പരാഗ് തന്നെ ടീമിനെ നയിക്കുകയും ചെയ്യും. എന്തായാലും വളരെ ക്രൂഷ്യലായിട്ടുള്ള മത്സരങ്ങളാണ് ഇനി രാജസ്ഥാൻ റോയൽസിന് വരുന്നത്. നിലവിൽ അവർ 8-ാം സ്ഥാനത്താണ് നിൽക്കുന്നതെന്ന കാര്യം കൂടി ഓർക്കുക. 8 കളികളിൽ നിന്ന് ആകെ 2 കളികളെ അവർ വിജയിച്ചിട്ടുള്ളൂ. അത്തരം ക്രൂഷ്യലായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് അവർക്ക് ക്യാപ്റ്റനെ നഷ്ടമാകുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.